മാസം മുമ്പേ ദീപാവലി എത്തി. വൈഭവ് സൂര്യവംശിയുടെ അച്ഛന്റെ വാക്കുകളാണിത്. മകന്റെ സെഞ്ചുറിയിൽ ഒരു നാട് മുഴുവൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കണ്ടപ്പോഴാണ് വൈഭവിന്റെ അച്ഛൻ സഞ്ജീവ് സൂര്യവംശി ഈ രീതിയിൽ പ്രതികരിച്ചത്. ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റിയ വ്യക്തിയാണ് വൈഭവിന്റെ അച്ഛൻ സഞ്ജീവ് സൂര്യവംശിയും. തനിക്ക് നേടാൻ സാധിക്കാതെ പോയത് മകനിലൂടെ നേടുകയാണ് ഈ അച്ഛൻ. അതിനായി അദ്ദേഹം ഏറെ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020-21 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ശുഭ്മാൻ ഗിൽ ഭയമില്ലാതെ 94 റൺസ് നേടിയ ഇന്നിംഗ്സ് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ സമയം പത്രത്തിൽ കണ്ട ഒരു വാർത്ത വൈഭവിന്റെ അച്ഛൻ സഞ്ജീവ് സൂര്യവംശിയെ ആഴത്തിൽ സ്പർശിച്ചു. ശുഭ്മാൻ ഗില്ലിന്റെ അച്ഛൻ അദ്ദേഹത്തെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് എന്നതിനെക്കുറിച്ചായിരുന്നു ആ വാർത്ത. പഞ്ചാബിലെ ഒരു സിമന്റ് പിച്ചിലായിരുന്നു ഗില്ലിനെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്നത്. ഇതറിഞ്ഞ സഞ്ജീവ് സൂര്യവംശി തന്റെ മകന് വേണ്ടി വീടിന്റെ പിറകുവശത്ത് ഒരു സിമന്റ് പിച്ച് ഉണ്ടാക്കി നൽകി. അതിൽ മകനെ പരിശീലിപ്പിച്ചു. ഇന്ന് തന്റെ മകൻ ശുഭ്മാൻ ഗിൽ നയിച്ച ടീമിനെ തന്നെ പരാജയപ്പെടുത്തി എന്ന സത്യമാണ് ആ അച്ഛന് അഭിമാന മുഹൂർത്തം നേടിക്കൊടുത്തിരിക്കുന്നത്. സിനിമയെ വെല്ലുന്ന ഒരു പരിശീലന കഥ തന്നെയാണിതെന്നാണ് വൈഭവ് സൂര്യവംശിയുടെ അച്ഛന്റെ പ്രതികരണം കേട്ട ശേഷം ആരാധകരും പറയുന്നത്. ബീഹാർ സ്വദേശിയായ ഈ 14-കാരൻ IPLലേക്ക് എത്തിയതു മുതൽ വാർത്തകളിൽ നിറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലോക ക്രിക്കറ്റിനെ തന്നെ അത്ഭുതപ്പെടുത്തി സെഞ്ചുറി നേട്ടത്തിൽ തിളങ്ങുമ്പോൾ ഭാവിയിലെ ഇന്ത്യൻ പ്ലെയർ ഇവൻ തന്നെ എന്ന അടിവരയിടുകയാണ് ക്രിക്കറ്റ് ലോകം. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും യുവരാജ് സിംഗും ഹർഭജൻ സിംഗും യൂസഫ് പത്താനുമെല്ലാം ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ അത്യുഗ്രൻ ജയമാണ് റോയൽസ് നേടിയത്. അതിന് കാരണം ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തന്നെയാണ്. വെറും 35 പന്തിലാണ് വൈഭവ് സെഞ്ചുറി നേടിയത്. ഇതോടെ പല റെക്കോർഡുകളും വൈഭവിൻ്റെതായി മാറി. ഒപ്പം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വെളിച്ചം പകരാനും ഈ 14-കാരന് സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് 38 പന്തിൽ 101 റൺസ് നേടിയാണ് പുറത്തായത്. ഈ ഇന്നിംഗ്സിന് പിന്നാലെ വൈഭവിനെ വാഴ്ത്തി ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം രംഗത്തെത്തുകയും ചെയ്തു. താരം ഉടൻ തന്നെ ഇന്ത്യയുടെ T20 ടീമിലേക്ക് എത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുക കൂടിയാണ് അദ്ദേഹത്തിന്റെ മുൻ പരിശീലകനായ മനീഷ് ഓജ. 1-2 വർഷത്തിനുള്ളിൽ വൈഭവ് ഇന്ത്യൻ ജേഴ്സി അണിയുമെന്നാണ് ഓജയുടെ പ്രതികരണം. തന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷമാണിതെന്നും ബീഹാറിനെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ വൈഭവിന് കഴിഞ്ഞതായും ഓജ അഭിപ്രായപ്പെടുന്നുണ്ട്. തങ്ങൾ അവനെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും പക്ഷേ അവന് സ്വാഭാവികമായ കഴിവുകൾ ഉണ്ടായിരുന്നുവെന്നും എല്ലാം പഠിക്കാനുള്ള ഒരു മനോഭാവം അവനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തു പറഞ്ഞു കൊടുത്താലും വൈഭവ് വളരെ വേഗത്തിൽ അത് പഠിച്ചെടുക്കുമെന്നും തുടക്കം മുതൽക്കേ ആക്രമണകാരിയായ കളിക്കാരനാണെന്നും ഷോട്ടുകൾ കളിക്കാൻ വൈഭവിന് വളരെ ഇഷ്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് അക്കാദമിയിൽ ഒരു പരിശീലന സെഷൻ ഉണ്ടായിരുന്നുവെന്നും അന്ന് സിംഗിളുകളും ഡബിളുകളും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവനോട് ചോദിച്ചുവെന്നും സിക്സറുകൾ അടിക്കാൻ കഴിയുമെങ്കിൽ സിംഗിളുകളുടെ ആവശ്യമില്ല എന്നാണ് വൈഭവ് പറഞ്ഞതെന്നും കുട്ടിക്കാലം മുതൽക്കേ തന്നെ അവന്റെ മനസ്സിൽ വ്യക്തതയുണ്ടായിരുന്നുവെന്നും ഓജ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എങ്ങനെ കളിക്കണം, മത്സരങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് വൈഭവിന് വ്യക്തമായ ഐഡിയ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെയും ബ്രയാൻ ലാറയുടെയും സമ്മിശ്രമാണ് സൂര്യവംശിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബ്രയാൻ ലാറയെ പോലെ ഭയമില്ലാതെ ബാറ്റ് ചെയ്യുകയും എന്നാൽ യുവിയെ പോലെ അല്പം അഗ്രഷനും സൂര്യവംശിക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 1-ൽ കൂടുതൽ റെക്കോർഡുകൾ കുറിച്ചാണ് വൈഭവ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ പേരെഴുതി ചേർത്തത്. ഏറ്റവും വേഗത്തിൽ IPLൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം, IPLൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്നിങ്ങനെയുള്ള റെക്കോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി വൈഭവ് നേടിയിരുന്നു. 2013-ലെ IPLൽ പൂനെ വാരിയേഴ്സിന്റെ ക്രിസ് ഗെയിലിന്റെ 30 പന്തിൽ നിന്നുള്ള സെഞ്ചുറിക്ക് ശേഷം IPLലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി കൂടിയായിരുന്നു വൈഭവിൻ്റേത്.